നമസ്കാരം. മലയാള ശബ്ദം ന്യൂസിന്റെ എൻ്റെ വിദ്യാലയം പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊമേഴ്സ് മാനേജ്മെന്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ കോട്ടയം ബ്രാഞ്ചിലാണ്. ഈ കോട്ടയം ബ്രാഞ്ചിന്റെ വിശേഷങ്ങൾ നമുക്ക് ഒരുപാട് നിങ്ങളുമായിട്ട് പങ്കുവെക്കുവാനുണ്ട്. കാരണം ഏറ്റവും കൂടുതൽ CMA US, CMA ഇന്ത്യ, CA വിദ്യാർത്ഥികളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് പുറത്തേക്ക് ഇറക്കി വിടുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ്. ആ ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിന്റെ കോട്ടയം ക്യാമ്പസിലെ ഒരുപാട് വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാനാണ് നമ്മൾ ഇന്ന് ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എത്തിയിട്ടുള്ളത്. നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് നന്നായിട്ട് പരിചയപ്പെടാം, അവിടുത്തെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം. അക്ഷര നഗരി എന്നറിയപ്പെടുന്ന കോട്ടയം ജില്ലയുടെ പ്രവേശന കവാടമായ നാഗമ്പടത്താണ് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് കോട്ടയം സ്ഥിതി ചെയ്യുന്നത്. ആ കോട്ടയം ക്യാമ്പസിന്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്നും ഇവിടുത്തെ ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നും ഇവിടുത്തെ റിസൾട്ടിന്റെ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നും ഒക്കെ ഇവിടുത്തെ ടീച്ചേഴ്സും അക്കാഡമിക് ഹെഡും ഒക്കെ നമുക്ക് പറഞ്ഞു തരും. അപ്പോൾ അക്ഷര നഗരിയിൽ സ്ഥിതി ചെയ്യുന്ന ഈ അക്ഷര വെളിച്ചത്തെയാണ് നമ്മൾ ഇന്ന് കൂടുതൽ അടുത്തറിയാൻ പോകുന്നത്. കോട്ടയം ലോജിക്കിൽ ഒരു സ്റ്റുഡന്റിന് അഡ്മിഷൻ എടുക്കണമെങ്കിൽ അതിന്റെ പ്രോസസ്സ് എന്താണ്, ആ കുട്ടി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്ന് വിശദീകരിക്കാം. നമുക്ക് ആദ്യം അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അഡ്മിഷൻ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണം. അഡ്മിഷൻ ഫീസ് വരുന്നുണ്ട്, 5000 + GST അഡ്മിഷൻ ഫീസ് വരുന്നുണ്ട്. അത് പേ ചെയ്തിട്ട് അഡ്മിഷൻ ഫോമും ഫില്ല് ചെയ്ത് അഡ്മിഷൻ എടുക്കാം. പുതിയ കോഴ്സുകൾ ഏതൊക്കെയാണ്, ഇവിടെയുള്ള പഠിപ്പിക്കുന്ന കോഴ്സുകൾ ഏതൊക്കെയാണ്, പുതിയ കോഴ്സുകൾ ഏതെങ്കിലും ഉണ്ടോ, അതിനെപ്പറ്റിയൊക്കെ ഒന്ന് പറയാമോ? നമ്മളിവിടെ കോട്ടയം ലോജിക്കിൽ കറന്റ് റണ്ണിംഗ് ആയിട്ടുള്ള ഓഫ്ലൈൻ ബാച്ചസ് എന്ന് പറയുന്നത് CMA USA ബാച്ച് വരുന്നുണ്ട്, CA ഫൗണ്ടേഷന്റെ ബാച്ച് വരുന്നുണ്ട്, പിന്നെ ACCAയുടെ ഇന്റഗ്രേറ്റഡ് ബാച്ചസ് വരുന്നുണ്ട്. ഈ ഇന്റഗ്രേറ്റഡ് ബാച്ചസ് ആണ് പുതിയതായിട്ട് വരുന്നത്. അതായത് +2 കഴിഞ്ഞിട്ട് വരുന്ന ഒരു സ്റ്റുഡൻ്റ് ആണെങ്കിൽ ACCA + BCom 3 years ഡ്യൂറേഷനിൽ ACCയും BComഉം ഒരുമിച്ച് കംപ്ലീറ്റ് ചെയ്യാം. ACCയിൽ മൊത്തം 13 പേപ്പറിൽ 9 പേപ്പർ എക്സംഷനോടുകൂടി കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. എക്സംഷൻ ഫീസും വരുന്നില്ല. അതാണ് ഈ ഒരു ബാച്ചിന്റെ ഹൈലൈറ്റ്. പുതിയൊരു ബാച്ചാണ്, കഴിഞ്ഞ വർഷം തുടങ്ങിയാണ്, 1 year ആയി റണ്ണിങ് ആയിട്ട്. അപ്പോൾ ഈ ഒരു ബാച്ച് ഉണ്ട് +2 കഴിഞ്ഞ് വരുന്നവർക്ക്. അതിനകത്ത് പിന്നെ ലാസ്റ്റുള്ള 4 പേപ്പേഴ്സ് മാത്രം ACCA ബോർഡിൽ എക്സാം എഴുതിയാൽ മതി. ഓക്കെ, രണ്ടാമത് വരുന്നൊരു ന്യൂ ബാച്ചാണ് ഇന്റഗ്രേറ്റഡ് തന്നെ. ഡിഗ്രി ഹോൾഡേഴ്സ്, ഡിഗ്രി കഴിഞ്ഞ് വരുന്നവർക്കാണെന്നുണ്ടെങ്കിൽ MBA വിത്ത് ACCA എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് ബാച്ച് വരുന്നുണ്ട്. ഇതിലും സെയിം തന്നെയാണ്. 13 പേപ്പേഴ്സ്, ഔട്ട് ഓഫ് 13 പേപ്പേഴ്സ് 9 പേപ്പേഴ്സ് എക്സംഷൻ കിട്ടും. എക്സംഷൻ ഫീസ് ഒന്നുമില്ല. ലാസ്റ്റ് 4 പേപ്പേഴ്സ് മാത്രം ACCA ബോർഡിൽ എക്സാം ക്വാളിഫൈ ചെയ്താൽ മതി. ഇതിന്റെയൊക്കെ സീറ്റ് എത്രമാത്രം ഉണ്ട്, അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ അഡ്മിഷൻ ആരംഭിക്കുന്നത് എപ്പോഴാണ്, അതൊക്കെ എങ്ങനെയാണെന്ന്? അപ്പം അഡ്മിഷൻസിന്റെ കേസ് ലോജിക്കിൽ CMA USA എല്ലാ കോഴ്സിന്റെയും അഡ്മിഷൻസ് ഓൾറെഡി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. CMA USAയുടെ ഫസ്റ്റ് ബാച്ചിന്റെ അഡ്മിഷൻസ് ക്ലോസ് ആയിട്ടുണ്ട്. CA ഫൗണ്ടേഷൻ അഡ്മിഷൻസ് ഓൺഗോയിങ് ആണ്. ഈ ഇന്റഗ്രേറ്റഡ് ACCA പ്രോഗ്രാംസിന്റെ അഡ്മിഷൻസും ഓൺഗോയിങ് ആണ്. ഇന്റഗ്രേറ്റഡ് ബാച്ചസും CA ഫൗണ്ടേഷൻ ബാച്ചസും ഇയർലി 1 ബാച്ച് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്റഗ്രേറ്റഡ് ബാച്ചസിൽ നമുക്കൊരു 60 അഡ്മിഷൻസ് ആണ് ഒരു ഇയറിൽ നമുക്ക് മാക്സിമം എടുക്കാൻ പറ്റുള്ളൂ. അതിൽ ഓൾറെഡി ഒരു 30 to 40 അഡ്മിഷൻസ് വീതം 2 ബാച്ചസിലും ആയിട്ടുണ്ട്. ഓക്കെ. അപ്പം ഇനി അത് ഇവിടെ ഇല്ലാത്ത കോഴ്സുകൾ, അതായത് ഓഫ്ലൈൻ ആയിട്ട് കോട്ടയം ബ്രാഞ്ചിൽ ഇല്ലാത്ത കോഴ്സുകൾ പഠിക്കണമെങ്കിൽ കുട്ടികളപ്പോൾ എന്താ ചെയ്യേണ്ടത്? നമുക്ക് എറണാകുളത്താണ് മെയിൻ നമ്മുടെ സെന്റർ വരുന്നത്. തൃക്കാക്കരയുള്ള ലോജിക്കിന്റെ ക്യാമ്പസിലാണ്. അപ്പോൾ അവിടെ ഓഫ്ലൈൻ ബാച്ചസ്, ഇപ്പം എൻറോൾഡ് ഏജന്റ് പോലുള്ള കോഴ്സസും ഇന്ത്യൻ കോഴ്സസ് CS CMA ആയിട്ടുള്ള കോഴ്സസും ലോജിക് എറണാകുളത്തിന്റെ ക്യാമ്പസിൽ അവൈലബിൾ ആണ്. ആ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ആണ് എടുക്കാൻ താല്പര്യമെങ്കിൽ അഡ്മിഷൻ ഇവിടെ തന്നെ ചെയ്യാം. ബ്രാഞ്ച് എറണാകുളത്ത് പോയി പഠിക്കാം. ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയോ റിലേറ്റീവ്സ് അവിടെ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യുകയോ ചെയ്യാം. ഓക്കെ. കോട്ടയം ലോജിക്കിലെ ബ്രാഞ്ച് ഹെഡും അതോടൊപ്പം അക്കാഡമിക് ഹെഡുമായിട്ടുള്ള CMA ശ്യാംകുമാർ ആണ് നമ്മളോടൊപ്പം ഉള്ളത്. അദ്ദേഹം ഇവിടെ നടക്കുന്ന ആക്ടിവിറ്റീസ്, അക്കാഡമിക് കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മളോട് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പറഞ്ഞു തരും. നമ്മൾ കോട്ടയത്ത് നമ്മുടെ ലോജിക്കിൻ്റെ ബ്രാഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏകദേശം 2016-ലാണ്. അന്ന് നമ്മൾ വെറും 2-3 ക്ലാസ് റൂമുകളും വെച്ചുകൊണ്ട് വളരെയധികം കുറഞ്ഞ കുട്ടികളുമായിട്ടാണ് നമ്മുടെ ഈ കോഴ്സുകളെല്ലാം ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്. ബട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം 4-5 കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഏകദേശം ഒരു 6-7 ക്ലാസ് റൂമുകൾക്ക് മേളിൽ ഉള്ള ഒരു വലിയൊരു സ്ഥാപനമായിട്ടാണ് ഇപ്പോൾ കോട്ടയത്ത് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയൊരു ഫാക്ടർ എന്ന് പറയുന്നത് നമ്മുടെ റിസൾട്ടുകളും നമ്മൾ ഈ പറയുന്ന അക്കാഡമിക്കിലേക്ക് നമ്മൾ ആഡ് ഓൺ ആയിട്ടുള്ള കാര്യങ്ങളുമാണ്. അപ്പം നമ്മുടെ മെയിൻ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മളെ വിശ്വസിച്ച് ഇവിടെ ഒരു കുട്ടിയെ ഏൽപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടിയുടെ അക്കാഡമിക് കരിയർ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാം, അതിനുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇവിടെ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ നമുക്ക് രാവിലെ ഒരു 9 മണിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താൽ ഒരു 9 to 5 ആയിരിക്കും നമ്മുടെ ക്ലാസ് ടൈമിംഗ് ഉണ്ടാവുക. അതുപോലെ തന്നെ റെഗുലർ വൈസിലുള്ള എക്സാമുകൾ, മോക്ക് എക്സാമുകളായും ക്ലാസ് ടെസ്റ്റുകളായും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ്സിൽ ഡെയിലി പ്രസൻറ്റേഷൻസ്. കാരണം നമുക്കറിയാം, ഒരു കേരളത്തിലെ കുട്ടി ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു ഇഷ്യൂ എന്ന് പറയുന്നത് ഒരു സ്റ്റേജ് ഫിയർ ആണ്. 4 ആൾക്കാരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുക, വളരെയധികം
ബുദ്ധിമുട്ടാണ്. എസ്പെഷ്യലി കേരളത്തിലെ കുട്ടികൾക്കുള്ളൊരു പ്രശ്നമാണ്. അപ്പോൾ അത് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മറ്റൊരു കാര്യം. കാരണം നമ്മളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്ന പ്രൊഫഷണൽ കോഴ്സുകളാണ്. ACCA, CMA USA, CA എല്ലാം പ്രൊഫഷണൽ കോഴ്സുകളാണ്. ഈ കോഴ്സുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പാസ്സായാൽ മാത്രം പോരാ. നാളെ ഒരു ജോലി എന്നൊരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കുമ്പോൾ കുട്ടികൾക്ക് ആഡ് ഓൺ ആയിട്ട് വേണ്ട ഒരുപാട് കാര്യങ്ങൾ, എസ്പെഷ്യലി സ്റ്റേജ് ഫിയർ മാറണം, ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടാവണം, അതുപോലെ തന്നെ ആഡ് ഓൺ ആയിട്ടുള്ള ബാക്കി സ്കില്ലുകൾ ലൈക്ക് എക്സൽ, ടാലി പോലെയുള്ള നോളജ് ഉണ്ടാവണം. ഇതൊക്കെ ഒരു പ്രൊഫഷണൽ കരിയറിൽ അവരെ എൻഹാൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സാണ്. അപ്പം നമ്മൾ അതിലെല്ലാം ഫോക്കസ് ചെയ്യുന്നുണ്ട്. അക്കാഡമിക് ടൈം ഞാൻ പറഞ്ഞു ഈ പറയുന്ന പോലെ 9 to 5 ആണ്. ഇൻ ബിറ്റ്വീൻ ഇതിനെല്ലാത്തിനുമുള്ള ടൈം നമ്മൾ ഇതിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിന്ന് കോട്ടയം ക്യാമ്പസിൽ വന്നപ്പോൾ ഇവിടെ വളരെ എക്സൈറ്റ്മെൻ്റ് ആയിട്ടുള്ള ഒരു പരിപാടി നടക്കുകയാണ്. CMA US ബാച്ചിൻ്റെ ഒരു ഫെയർവെൽ പാർട്ടിയാണ് നടക്കുന്നത്. വളരെ അടിപൊളി ഒരു പരിപാടിയാണ്. അത് നമുക്ക് കാണാം, അതിലേക്ക് പോകാം. കോട്ടയം ലോജിക്കിലെ എനർജറ്റിക് ആയിട്ടുള്ള സ്റ്റുഡൻസിനെ എല്ലാം നമ്മൾ കണ്ടു, ലോജിക്കിലെ വിശേഷങ്ങളും കണ്ടു. അതിലും എനർജറ്റിക് ആയിട്ടുള്ള ഇവിടുത്തെ സ്റ്റാഫിനെയും കൂടെ കണ്ടാൽ മാത്രമേ അത് പൂർണ്ണമാകത്തുള്ളൂ. അവരെയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ലോജിക്കൽ സ്റ്റുഡൻസ് ഇല്ല, ഇവിടെയുള്ളത്